ഈ രുചികൾ അന്വേഷിച്ച് ചെന്ന് കേട്ടത് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു. ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയണത്. ഈസ്റ്ററിൻ്റെ ദിനത്തിൽ ചേച്ചീനെ അളിയനെ കാണാൻ വേണ്ടിയിട്ടൊന്ന് ദുബായ് വരെ പോയതാണ്. ഗോബേബിൾ ചെന്ന് ബസ് ഇറങ്ങിയപ്പോൾ ഐസ്ക്രീം കഴിക്കാണ്ട് ഒരു ക്രേവിങ്സ് തോന്നി. അടുത്തുണ്ടായിരുന്ന ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു ചോക്കോബാറും കഴിച്ചുകൊണ്ടാണ് നേരെ അളിയൻ്റെ അടുത്തോട്ട് പോയത്. അളിയനാണെങ്കിൽ ഞാൻ ചെന്നപ്പോൾ തന്നെ എന്നെ പൊക്കിയെടുത്തുകൊണ്ട് ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി. മാർക്കറ്റിൽ കയറിയപ്പോൾ അളിയൻ 100-110 ബീഫ് വാങ്ങിക്കാനായിട്ട് ഓടി. നമ്മളതിൻ്റെ പുറകെ പോയി. നമുക്ക് നൈസായിട്ട് കുറച്ച് മീനൊക്കെ നോക്കാനെന്ന് വിചാരിച്ചാണ് പോയത് കേട്ടോ. നാട്ടിലെ കുറേ മീനുകളും കണ്ട് കൂട്ടത്തിൽ കക്കിറച്ചി കിടക്കുന്നുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ സന്തോഷം വന്നിട്ടാണ്. അത് കഴിഞ്ഞ് മീനും വാങ്ങി റൂമിൽ പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് അളിയൻ പറയണത് ലുലുവിലെ ഹൈപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും. എന്നാൽ പിന്നെ അവിടെ നിന്ന് ഫുഡും കഴിച്ച് പോകാമെന്ന് വിചാരിച്ച് കയറിയപ്പോൾ അളിയൻ നല്ല പൊറോട്ടയും നല്ല വെജിറ്റബിൾ കറിയും ഓർഡർ ചെയ്തു. ഫുഡ് വന്നപാടെ അളിയൻ പരിപാടി തുടങ്ങി. അത് കണ്ടപ്പോൾ കൊതി സഹിക്കാൻ വയ്യാതെ ഞാനും ഇത് കഴിച്ച്. ഫുഡിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ആവറേജ് ആണ്. പക്ഷേ ഈ ഐഡിയ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഷോപ്പിംഗ് ചെയ്യാൻ വന്ന ആൾക്കാർക്ക് വിശന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാണ്ട് ഒരു സംഭവം ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ തന്നെ ഉള്ളത് വളരെ നല്ല കാര്യമാണ്. അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പള്ളിയിൽ പോയിട്ട് കുർബാന ഇങ്ങനെ ഇട്ടാണ്ട് റൂമിലോട്ട് പോയത്.